എന്ന് പറഞ്ഞ ശശികലയടക്കമുള്ള ആളുകൾ ഇപ്പോൾ വടി പിടിച്ച അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. കാരണം വളരെ വസ്തുനിഷ്ഠമായി ആധികാരികമായി കണക്കുകൾ സഹിതമാണ് ബഹുമാന്യനായ ദേവസ്വം മന്ത്രി ഇന്നലെ ശ്രീ വി ഡി സതീശൻ എംഎൽഎയുടെ സബ്മിഷന് മറുപടിയായി നിയമസഭയിൽ ആധികാരികമായി കണക്കുകൾ വെച്ചത്. ഇത്രയും നാൾ ഇവർ ജനങ്ങളെ പച്ചയായി പറ്റിക്കുകയായിരുന്നു. വളരെ ആസൂത്രിതമായി ഈ നാട്ടിൽ വർഗീയ വികാരം ഇളക്കിയെടുത്തതിനു വേണ്ടി ഇവിടുത്തെ നിഷ്കളങ്കരായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിലേക്ക് വർഗീയ വിഷം കോരിയിടുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് ശശികലയെ പോലുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവരുടെ വാക്കുകളാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ ലക്ഷ്യമെന്താ? ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ വസ്തുതകൾ സ്ഥാപിച്ചെടുക്കണം എന്ന് യാതൊരു ലക്ഷ്യവുമില്ല. ഒരു പുകമറ സൃഷ്ടിക്കുക, നിലവിലുള്ള സിസ്റ്റത്തിനെതിരെ, നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥിതിക്കെതിരെ, അതിന്റെ അടിസ്ഥാന തത്വമായ മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിനെതിരെ ആസൂത്രിതമായി ജനവികാരം സൃഷ്ടിക്കുക. അതിനുവേണ്ടി ഏത് നുണക്കഥകളും പറയുക. ഒരു നുണ 100 തവണ ആവർത്തിച്ചാൽ അതിൽ കുറച്ചുപേരെങ്കിലും ഇത് സത്യമില്ലേ എന്ന് വിശ്വസിക്കും എന്ന ഫാഷിസ്റ്റ് ഗീബൽസിയൻ തന്ത്രം നിരവധി വിഷയങ്ങളിലായി ഇതുപോലെ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞൊരു 10-30 വർഷമായി ഈ പ്രചരണം നടക്കുകയാണ്. പക്ഷെ മുൻപൊക്കെ RSSന്റെ ഈ കുറുവടി ശാഖകളിൽ മാത്രമാണ് ഇത് ഒതുങ്ങി നിന്നിരുന്നത്. അതിനപ്പുറത്തേക്ക് RSSന് കേരളീയ സമൂഹത്തിൽ ഒരു റീച്ച് ഉണ്ടായിരുന്നില്ല. അവരുടെ പ്രചരണം അധികം ആളുകൾ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ ശക്തിയായി കടന്നു വരികയാണ്. സോഷ്യൽ മീഡിയയിലും വാട്സപ്പിലും ഒക്കെ ഇതുപോലെ പ്രകോപനപരമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ ഇവർ പ്രചരിപ്പിക്കുകയാണ്. ഇതിന്റെയൊക്കെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇവിടെ ഒരു ഹൈന്ദവ വോട്ട് ബാങ്ക് ഉണ്ടാക്കണം. അതിനുവേണ്ടി ചില അപരന്മാരെ, ചില എക്സ്റ്റേണൽ ശത്രുക്കളെ, സാങ്കല്പിക ശത്രുക്കളെ സൃഷ്ടിക്കണം. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിനും കാരണക്കാർ, അവർക്കെതിരായി നമ്മൾ അണിനിരക്കുക എന്നുള്ള തരത്തിൽ ഒരു പ്രചരണം ബോധപൂർവം അഴിച്ചുവിടുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇല്ലാക്കഥ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ ശ്രീ RV ബാബു അടക്കമുള്ള ആളുകൾ പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഇവിടെ വളരെ വസ്തുനിഷ്ഠമായി ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുകയാണ് കണക്കുകൾ. എത്ര കോടി രൂപ? 231 കോടി രൂപ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മാത്രം ദേവസ്വങ്ങൾക്ക് അങ്ങോട്ടാണ് കൊടുത്തത്. 1 രൂപ പോലും ദേവസ്വങ്ങളിൽ നിന്ന് സർക്കാർ എടുത്തിട്ടില്ല. ഈ ഗവൺമെന്റ് എന്നല്ല, കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായ ഒരു ഗവൺമെന്റും എടുത്തിട്ടില്ല. കാരണം അതെടുക്കാൻ കഴിയാത്ത വണ്ണമുള്ള ദേവസ്വം നിയമങ്ങളാണ് ശക്തമായി നിലവിലുള്ളത്. ഇവിടെ ഹിന്ദുക്കൾ തന്നെയാണ് ദേവസ്വം ഭരിക്കുന്നത്, ക്ഷേത്രവിശ്വാസികളാണ് ദേവസ്വം ഭരിക്കുന്നത്. ഇവരുടെ പ്രശ്നം എന്താ? ഇവർക്ക് കേരള നിയമസഭയിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചോട്ടെ, അല്ല ഇതൊന്ന് പറഞ്ഞോട്ടെ. ഇവർക്ക് കേരള നിയമസഭയിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആണ് ഈ നിയമനങ്ങൾ നടത്തുന്നത് എങ്കിൽ ഗവൺമെന്റ് വിശ്വാസികളിൽ നിന്ന് ഹൈന്ദവ സംഘടനയുടെ പ്രതിനിധികളെ അടക്കം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു കാലത്തും ഇവർക്ക് ക്ഷേത്രങ്ങളിലേക്ക്, അവരുടെ ഭരണത്തിലേക്ക് കടന്നു വരാൻ സാധിക്കില്ല. അതുകൊണ്ട് ക്ഷേത്ര ഭരണം, പ്രത്യേകിച്ചും വരുമാനമുള്ള ചില ക്ഷേത്ര ഭരണം RSSന്, BJPക്ക്, വിഷകലയെ പോലുള്ള ഇത്തരത്തിൽ ആളുകൾക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബോധപൂർവമായ ശ്രമമാണ് ഈ തുണപ്രചരണം. അതാണ് ഇന്നലെ വസ്തുനിഷ്ഠമായി പൊളിഞ്ഞു വീണത്. ശ്രീ ചന്ദ്രമോഹൻ,